ബിഗ് ബോസ് ഈസ് ഈക്വൽ ടു ബിഗ് സീറോ. അതർത്ഥം ബിഗ് ബോസ് സമം ബിഗ് സീറോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ച്യൂയിങ് ദ കഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിന് പുല്ല് തിന്നാൻ കൊടുക്കൂലേ? പശുവിന് പുല്ല് തിന്നാൻ കൊടുക്കുമ്പോൾ പശു സ്പീഡിൽ വേഗം വേഗം പുല്ല് വേഗം വേഗം വയറ്റിലോട്ട് ഇറക്കും. അത് അധികം ച്യൂ ചെയ്യാതെ പെട്ടെന്ന് ഇറക്കും. വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അത് മെല്ലെ സാവധാനം വയറ്റിലോട്ട് ഇറങ്ങിപ്പോയ പുല്ലിനെ മെല്ലെ മെല്ലെ വീണ്ടും വീണ്ടും വായിലോട്ട് എടുത്ത് ഇങ്ങനെ ച്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ബിഗ് ബോസിനെ കുറിച്ച് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അത് മറക്കാൻ സാധിക്കുന്നില്ല. അതിങ്ങനെ വായിലോട്ട് ഇങ്ങനെ തേട്ടി വന്നുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ, ഡെയിലി അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ സമാധാനം കിട്ടുന്നില്ല. കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് ഒരു 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ഇന്നത് അനീഷിന് ചെക്ക് കൈമാറി. കോഴിക്കോട് കടവിൽ വെച്ച് ആ ചെക്ക് കൈമാറി. പക്ഷേ ഈ ചെയ്തത് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് ആ അത്രയും വലിയ സ്റ്റേജിൽ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ വെച്ച് എന്തുകൊണ്ടാണ് ഈ 10 ലക്ഷം അനീഷിന് അന്ന് കൈമാറാതിരുന്നത്? അനീഷിന് അന്നുണ്ടായ അപമാനത്തിന് ഈക്വലാണോ ഈ 10 ലക്ഷം? അല്ല, ഒരിക്കലുമല്ല. അനീഷിനുണ്ടായ ഈ അപമാനം മാറണമെങ്കിൽ ഒന്നുകൂടി ഗ്രാൻഡ് ഫിനാലെ അറേഞ്ച് ചെയ്ത് ഒരുക്കി അതേ സ്റ്റേജിൽ വെച്ച് അതേ ഫസ്റ്റ് റണ്ണപ്പിനുള്ള തുക കൈമാറി അതേ കപ്പ് അനീഷിന് കൈമാറണം. എന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇത്രയും വലിയൊരു ചീപ്പ് റേറ്റ് ഗെയിം കേരളത്തിലുള്ള മലയാളികളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോവുള്ളൂ. അത്രയ്ക്കധികം അനീഷിനെ കേരള ജനങ്ങൾ മൊത്തം എല്ലാ മലയാളികളും അനീഷിനെ മനസ്സിലേറ്റി കഴിഞ്ഞു. ഇത് പറയാനുള്ളത് ലാലേട്ടനോടാണ്. ലാലേട്ടന് തോന്നുന്നുണ്ടോ ഈ കേരളത്തിലെ ജനങ്ങളിനി ലാലേട്ടൻ അവരുടെ ഹൃദയത്തിൽ ലാലേട്ടനെ ഏറ്റെടുക്കുന്നത് തോന്നുന്നുണ്ടോ? ലാലേട്ടനെ മാത്രമല്ല, ലാലേട്ടൻ്റെ മോളിൽ പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നുണ്ടല്ലോ, തുടക്കം. ആ സിനിമ കേരളത്തിലുള്ള ജനങ്ങൾ ഒരു മലയാളിയാണെങ്കിൽ ആ മലയാളികൾ ഈ ലാലേട്ടൻ്റെ മകളെ അവരുടെ ജനഹൃദയങ്ങളുടെ മനസ്സിൽ ഏറ്റെടുക്കുന്ന തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ലാലേട്ടൻ്റെ മനസ്സിലിനെ ഏറ്റെടുക്കുന്ന തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒന്നുകൂടെ ആ ഗ്രാൻഡ് ഫിനാലെ അറേഞ്ച് ചെയ്ത് അതേ സ്റ്റേജിൽ വെച്ച് ഒന്നുകൂടി ഈ അനീഷിനുണ്ടായ അപമാനം മാറ്റണമെങ്കിൽ അതേ ഗ്രാൻഡ് ഫിനാലെ നടന്ന സ്റ്റേജിൽ വെച്ച് ഈ ലോകമെമ്പാടുമുള്ള ഈ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നറിയപ്പെടുന്ന ഈ റിയാലിറ്റി ഷോയിൽ വെച്ച് തന്നെ ആ കപ്പ് അനീഷിന് കൈമാറി ആ കൊടുക്കേണ്ട തുക അനീഷിന് കൈമാറണം. അത് അനുമോളുടെ നിന്ന് തിരിച്ചു മേടിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ അനീഷിന് അത്രയും തുക കൈമാറണം. ഇന്നൊരു 10 ലക്ഷം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫർ ചെയ്തുകൊണ്ട് അന്ന് ആ സ്റ്റേജിലുണ്ടായ അനീഷിൻ്റെ അപമാനം, ആ അനീഷിനുണ്ടായ തളർച്ച അത് മാറാൻ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇത് ലോകമെമ്പാടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ, ഇപ്പോൾ ലോകത്തിൽ നമുക്ക് മാറ്റി നിർത്താം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്നാണ് ഈ ബിഗ് ബോസ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ന് അത് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ബിഗ് സീറോ എന്നാണ്. ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ. അതിലെ ജഡ്ജ്മെൻറ്റ് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ ചിത്ര ചേച്ചി. അതെത്രയോ ജെന്യുവനാണ്. അവിടെ ഒരു മുഖം നോക്കി ആളെ ജഡ്ജ് ചെയ്യുന്നില്ല. നമ്മുടെ ചിത്ര ചേച്ചി ഓരോ മൈന്യൂട്ട് കറക്ഷനും കണ്ടുപിടിച്ച് വള്ളി പുള്ളി മാറാതെ കണ്ടുപിടിച്ച് അതിനെ അരിച്ച് കലക്കി എടുത്താണ് ഫസ്റ്റ് വിജയെ അവിടെ പ്രഖ്യാപിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിലെ. ഈ ബിഗ് ബോസിനേക്കാൾ എത്രയോ 10 മടങ്ങ് ബെറ്ററാണ് ഈ ഐഡിയ സ്റ്റാർ സിംഗർ. അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു റിയാലിറ്റി ഷോ ആണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ഈ ബിഗ് ബോസ് എന്ന് ഒരിക്കലും സമ്മതിച്ചിടാൻ സാധിക്കില്ല. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്ന 10 ലക്ഷത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? മോഹൻലാലിൻ്റെ ഉദ്ദേശം എന്താണ്? കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്താണ്? ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്താണ്? ഇതെന്തുകൊണ്ട് അന്ന് സ്റ്റേജിൽ വെച്ച് കൊടുത്തില്ല? എന്തുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നത്? യഥാർത്ഥത്തിലെ ഈ റിയാലിറ്റി ഷോ ഇതൊരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയേ അല്ല. റിയാലിറ്റി എന്ന് വിളിക്കണമെങ്കിൽ ആ യഥാർത്ഥ മെൻ്റൽ സ്ട്രെസ്സ് നമുക്ക് ഈ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ റിയാലിറ്റി ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ പ്രാവശ്യം അവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ വിജയം കൈവരിക്കുന്നത്. ഈ ബിഗ് ബോസിൽ ഇതുപോലൊരു പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓൺ ദി സ്പോട്ടിൽ സ്പോണ്ടേനിയസ്ലി നടക്കുന്നൊരു ഗെയിമാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത്. അതും ഒരു മെൻ്റൽ ഗെയിമാണെന്ന് പറഞ്ഞാൽ അനുമോൾ എന്ത് മെൻ്റൽ ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത്? ഒരു മെൻ്റൽ ഗെയിം അവൾ കളിച്ചിട്ടില്ല. അവളേക്കാളും ബെറ്ററായിട്ട് ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ എവിറ്റായി പോയ ആ ഒരു മുൻഷി
പേര് മറന്നുപോയി. അവർ ഇവരെക്കാളും നന്നായിട്ടുള്ള മെൻ്റൽ കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ അനുമോളെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത്? കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും ഏഷ്യാനെറ്റും ലാലേട്ടനും ബിഗ് ബോസിനും ഒരുമിച്ച് ഈ അനുമോൾ ഈ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ന്യൂസിലും സ്പ്രെഡായിട്ടുണ്ട്. അനുമോളാണ് ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ള ന്യൂസ് എല്ലാ സോഷ്യൽ മീഡിയയിലും സ്പ്രെഡായിട്ടുണ്ട്. എല്ലാ വീഡിയോകളെല്ലാം പുറത്തായിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ എല്ലാം അർത്ഥം? നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ ഇന്ന വീക്കിൽ ഇന്ന ആൾ എവിക്റ്റ് ആവണം നിങ്ങൾ ഓൾറെഡി അത് പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന വീക്കിൽ ഇന്ന ആൾ എവിക്റ്റ് ആവാൻ പോകണം. എന്തുകൊണ്ടാണ് അനീഷ് 7 പ്രാവശ്യം ജയിലിലേക്ക് പോയത്? നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് എല്ലാവരും കൂടി അദ്ദേഹത്തെ ഫസ്റ്റ് റണ്ണറപ്പ് ആകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ജയിലിലേക്ക് 7 പ്രാവശ്യം വിട്ടത്. ഈ അനുമോളെക്കാളും എത്രയോ നല്ല മെൻ്റൽ ഗെയിം കളിച്ച എത്രയോ വ്യക്തികൾ അതിനകത്തുണ്ട്. അവരെല്ലാം പെട്ടെന്ന് എവിക്റ്റാക്കി കളഞ്ഞു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് ഒരിക്കലും സമ്മതിച്ചു തരാൻ സാധിക്കുന്നില്ല. ഇത് ഞങ്ങൾ സമ്മതിച്ചു തരണമെങ്കിൽ ഒന്നും കൂടെ ഒരു ഗ്രാൻഡ് ഫിനാലെ വെച്ച് അതേ സ്റ്റേജിൽ തന്നെ അതേ ട്രോഫി അനീഷിന് കൈമാറി അതേ ഫസ്റ്റ് റണ്ണർ പറയുന്ന വിജയെ അനൗൺസ് ചെയ്തുകൊണ്ട് ഈ അതേ 50 ലക്ഷം കൈമാറി ഈ അനീഷിന് ഒരു ട്രോഫി കൊടുത്താൽ മാത്രമേ ഈ ഒരു ബിഗ് മിസ്റ്റേക്ക് ആൻഡ് ബിഗ് സീറോ എന്ന ഈ ഒരു റോങ് അനൗൺസ്മെൻറ്റ് തിരുത്താനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, നന്ദി.